അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിനും ഇൽമിൻ്റെ അഹ്ലുകാർക്കും വലിയ പ്രാധാന്യം നൽകുകയും അവരെ ആദരിച്ചും ബഹുമാനിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ 6 തവണ ഒരു ദിവസം പല്ല് തേക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യൻ 2 നേരം എന്തായാലും തേക്കണം. പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് വായക്ക് വാസനയുള്ളവർ കൂടുതലാണ്. ഉള്ള കാര്യം നമ്മൾ മറച്ചിട്ടൊരു കാര്യമില്ല. വായനാറ്റമുള്ളവർ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർ മനസ്സിലാക്കണം. ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം മനസ്സിലാക്കണം. അതിൻ്റെ കാരണം നമ്മൾ ധാരാളമായി ഇറച്ചി മീനും തിന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. തിന്നാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്ന പരിഹാരം. സിവാക്ക് ചെയ്യണം. സിവാക്ക് എന്ന വാക്കിൽ പല്ല് മാത്രം തേക്കലല്ല, പല്ലും തേക്കണം, മോണയും തേക്കണം, നാവും തേക്കണം. അതിനാണ് സിവാക്ക് എന്ന് പറയുന്നത്. പല്ല് തേക്കൽ ചർച്ച ചെയ്ത എല്ലാ സ്ഥലത്തും പല്ലിന് നീളത്തിനും പിന്നെ നാവിന് നീളത്തിലും പല്ലിന് വീതിയിലും തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ പല്ല് മാത്രമല്ല, ഊന് തേക്കണം, നാവും തേക്കണം. ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന 200-ൽ പരം ഇനം ഉഷ്ണജീവികൾ നാവിൽ തങ്ങി നിൽക്കും. നമ്മളെ നാവിൻ്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാന്ന് വാദിച്ചിട്ട് കാര്യമില്ല. നാവിൻ്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. പിന്നെ നാവുമ്മ കാണുന്ന മഞ്ഞക്കളറും വെള്ളക്കളറും എന്താ സാധനം? ആമാശയത്തിൽ നിന്ന്, കിഡ്നിയിൽ നിന്ന്, മലാശയത്തിൽ നിന്ന്, മൂത്രാശയത്തിൽ നിന്ന്, ശുക്ലാശയത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള വയറിനുള്ളിലെ ഇന്റേണൽ ഓർഗൻസിൽ നിന്ന് കയറി വരുന്ന ഉഷ്ണജീവികൾ തങ്ങി നിൽക്കുന്നതാണ് നാവിൽ കാണുന്ന കളറ്. അതുകൊണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി കളഞ്ഞെങ്കിൽ മാത്രമേ. വായനാറ്റത്തിന്റെ പ്രധാന കാരണം പല്ലല്ല, വായനാറ്റത്തിന്റെ പ്രധാന കാരണം നാവാണ്. നാവ് ക്ലിയറാക്കിയില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും. പല്ല് ക്ലിയറാക്കിയിട്ട് കാര്യമില്ല. അണപ്പല്ലുകൾ തേക്കേണ്ടത് വായ അടച്ചു വെച്ചിട്ടാണ്. അണപ്പല്ലുകൾ ഒരിക്കലും വായ തുറന്നു വെച്ച് തേക്കരുത്. അണപ്പല്ല് വൃത്തിയാക്കാൻ വായ അടച്ചു വെച്ച് തേച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനും ബ്രഷിന്റെ പല്ലുകൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് അകവും പുറവും നന്നായി വൃത്തിയാക്കണം. എപ്പോഴെല്ലാം പല്ല് തേക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നാവും വൃത്തിയാക്കണം. നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മലക്കുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം. കുടുംബജീവിതം തകരുന്നതിൽ വരെ ഈ വിഷയത്തിലെ സൂക്ഷ്മതക്കുറവ് വലിയ കാരണമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സാധാരണക്കാർ 2 നേരം നിർബന്ധമായും തേക്കണം. മുത്തഅല്ലിമീങ്ങൾ 6 തവണ തേക്കണം. 5 നിസ്കാരത്തിന്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും. ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ബുദ്ധി നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കും. പറയുന്ന കാര്യം വേഗത്തിൽ മനസ്സിലാകും. മനസ്സിലാകുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി ഉറങ്ങുമ്പോൾ നിർബന്ധമായും ശരീരത്തിന്റെ വെളുത്ത ഭാഗങ്ങൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മുഖം, കയ്യിന്റെ ഉൾഭാഗം, കാലിന്റെ ഉൾഭാഗം, വെളുത്ത ഭാഗം. അയിക്കൂടെ കയ്യൊന്ന് രേശം ഇങ്ങോട്ട് നീട്ടിക്കഴുകി തല ഒന്ന് തടയും ചെയ്താലും ഒതുവായി. അത്രയേ ഉള്ളൂ സംഗതി. ഉദാക്ക. പക്ഷെ 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, മുഖം ഒന്ന് സോപ്പിട്ട് കഴുകുക, കയ്യും കാലും സോപ്പിട്ട് കഴുകുക. കൈ കഴുകണത് മുട്ട് വരെ കഴുകുക, നീയത്ത് മറക്കാതിരിക്കുക, തലമ്മൊന്ന് തോണ്ടുക. സംഗതി ഒതുവായി. ഇത് വളരെ പ്രധാനമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിരിപ്പ് നന്നായി വിരിക്കണം. ഒരു കാരണവശാലും വൃത്തിയില്ലാത്ത വിരിപ്പിൽ കിടന്നുറങ്ങരുത്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വിരിപ്പ് മനോഹരമായി വിരിച്ചതിന് ശേഷം മടക്കില്ലാതെ വിരിക്കണം.
വിരിപ്പിൽ വരുന്ന മടക്കുകളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദനയുടെ കാരണം. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് വിരിക്കണം. നേരത്തെ വിരിച്ചു വച്ചിരുന്നതാണെങ്കിൽ എടുത്ത് 3 പ്രാവശ്യം കൊടയണം, അതിനുശേഷം വിരിക്കണം. ശരീരവേദന മാറാൻ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ഈ പ്രായമായ ആൾക്കാർക്കും പറ്റും. കിടക്കാൻ ചെല്ലുമ്പോൾ വിരിപ്പെടുത്ത് 3 തവണ കൊടയാ, എന്നിട്ട് മടക്കില്ലാതെ നന്നായിട്ട് നിവർത്തി വിരിക്കുക. എന്നിട്ട് കട്ടിലുമ ചെന്നിരിക്കണം. തോനൊന്നും വേണ്ട. ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. കയ്യിൽ ഊതുക. തല മുതൽ കാല് വരെ ഒന്നിച്ചൊന്ന് തടവുക. ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കൂടി ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരു പ്രാവശ്യം കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന ദിക്ർ അറിയണോർ അത് ചെല്ലുക, അല്ലാത്തൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലുക. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് സുഖമായി ഉറങ്ങുക. എന്താ എത്ര ഉറങ്ങിയിട്ട് നമുക്ക് പൂതിരാത്തത്? ഉറക്കത്തിന്റെ നിയമം പാലിക്കാത്തതുകൊണ്ടാണ്. നിയമം പാലിക്കാതെ ഏത് കാര്യം ചെയ്താലും മനസ്സിന് റാഹത്തിട്ടൂല. വണ്ടി ഇങ്ങനെ പോകേണ്ടതിന് പകരം പോലീസിലൊക്കെ നോക്കിണ്ടോ നോക്കിയിട്ട് അങ്ങനെ പോയാൽ എന്തായാലും മനസ്സിന് റാഹത്തുണ്ടാവില്ല. നിയമം പാലിച്ചില്ലെങ്കിൽ മനസ്സിന് റാഹത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് നിർബന്ധമായും ഉറങ്ങുമ്പോൾ ഈ കാര്യം സൂക്ഷിച്ചാൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് മടക്കുക. പഴയമാതിരി വിരിപ്പ് പഴയതുപോലെ വിരിക്കുക. പുതപ്പ് മടക്കിയിട്ട് തലയുടെ മേലെങ്ങനെ ഉഷാറായിട്ട് വെച്ചാൽ ആ ഹോസ്റ്റൽക്ക് ആര് കയറി വന്നാലും ആരവിടുത്തെ മാനേജറും ചോദിക്കും. വിരിപ്പ് വൃത്തിയായി വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ ഏറ്റവും വൃത്തിയുള്ള ഹോസ്റ്റലായി നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിനെ മാറ്റാം. അത് മാത്രം ചെയ്താൽ മതി. ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം. അതുകൊണ്ട് വലിയ കാര്യത്തിൽ നമ്മളൊക്കെ സൂക്ഷ്മത ഉള്ളവരാണ്, ആരും സൂക്ഷിക്കാത്തവരല്ല. 10,000 രൂപ കള്ളനും സൂക്ഷിക്കും. 10 പൈസ സൂക്ഷിക്കാൻ ഏറ്റവും വലിയ മുത്തഖിയായിരിക്കണമെന്നാണ്. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കണം, നല്ലോണം പഠിക്കണം, നന്നായി പഠിക്കണം. ഉള്ളതനുസരിച്ച് അമൽ ചെയ്താൽ കൂടുതൽ കൂടുതലായി അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും. വിവരം 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം, അതിന് കസ്ബിയായ ഇൽമ് എന്നാണ് പറയാ. രണ്ടാമത്തൊന്നുണ്ട് വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിങ്കിൽ നിന്ന് ഓശാരമായി ലഭിക്കുന്ന വിജ്ഞാനത്തിനാണ് വഹബിയായ ഇൽമ് എന്ന് പറയാ. കസ്ബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു അധ്വാനം ഉണ്ട്. ഇപ്പൊ പല സ്ഥലത്തുനിന്നും നിങ്ങളെല്ലാവരും വന്നു, നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, സയ്യിദന്മാര് ആലിമീങ്ങൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്. ഇതിനാണ് കസ്ബിയായ ഇൽമ് എന്ന് പറയുന്നത്. വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അധ്വാനമില്ലാതെ ലഭിക്കുന്നു. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, വഹബിയായ ഇൽമ് തെറ്റൂല. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം തെറ്റും. എന്താ കാരണം? പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റും. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റി, എന്നാ പഠിച്ചാൽ എന്തായാലും തെറ്റും, ഉറപ്പാണ്. വഹബിയായ ഇൽമ് തെറ്റൂല. എന്തുകൊണ്ട്? അതിൽ പഠിപ്പിക്കുന്ന ആളുണ്ടാവൂല എന്നുള്ളതുകൊണ്ടാണ് തെറ്റാത്തതിന്റെ കാരണം. വഹബിയായ ഇൽമാർക്കാ കിട്ടുക? ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ വന്നു ചേരുന്ന വിവരങ്ങൾക്കാണ് വഹബിയായ വിജ്ഞാനം എന്ന് പറയുന്നത്. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യാൻ തയ്യാറാവണം. നാഫിയായ ഇൽമ്, ളാറായ ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഇൽമ് 2 എണ്ണമില്ല, ആളാണ് 2 എണ്ണം. നാഫിയായ ഇൽമാണ് ചിലത് എന്ന് പറയും, ചിലത് ളാറായ ഇൽമാണ് എന്ന് പറയും. അങ്ങനെ 2 എണ്ണമില്ല. നാഫിയായ മനുഷ്യനും ളാറായ മനുഷ്യനാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഏത് പഠിച്ചാലും കുഴപ്പം തന്നെയാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഖുർആൻ പഠിച്ചു അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ പഠിച്ചു, എന്നാലും കുഴപ്പം തന്നെ ഉണ്ടാവുക.
ഈ ഉമ്മത്തിന് പ്രത്യേകമായുള്ളത് എന്താണോ അതാണ് നമ്മുടെ പോരിശ. നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ ബാങ്ക് കൊടുക്കലില്ല. വേഗം ചെന്നുകാണ്ട് അല്ലാഹു അക്ബർ തക്ബീറട്ടലാണ്, ബാങ്ക് കൊടുക്കൂല. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ബാങ്ക്. അതുകൊണ്ട് പോരിശ കിട്ടണമെങ്കിൽ ബാങ്ക് കൊടുക്കണം. ബാങ്ക് ഇഖാമത്തും ഈ ഉമ്മത്തിന്റെ പോരിശയാണ്. മറ്റൊരുപാട് ഉമ്മത്തുകൾ ലോകത്ത് കഴിഞ്ഞു പോയതിൽ പല ഉമ്മത്തിനും നിസ്കാരമുണ്ട്, പക്ഷേ ഒരു ഉമ്മത്തിനും ബാങ്കുണ്ടായിട്ടില്ല. ബാങ്ക് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. പരിപൂർണമായ ദഅവത്ത് എന്നതാണ് ബാങ്കിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹ്ശറയിൽ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്നാണ്. പണ്ടൊക്കെ പള്ളിക്കത്തെ മൊല്ലാക്കാർ വരുന്നുണ്ടാല് പീഡിയക്കൊലയുമുള്ളവരൊക്കെ നീന്നു. നമ്മളെ വല്യപ്പാര് ഒരു നല്ല മനുഷ്യന്മാരായിരുന്നു. ഇപ്പൊ മല്ലാക്കല്ല മൂല്യര് വന്നാൽ തന്നെ നമ്മൾ നീച്ചൂല. പണ്ടൊക്കെ പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, മല്ലാക്കാർ വരുമ്പോൾ പീഡിയക്കൊലയുമുള്ള ആൾക്കാരൊക്കെ നീച്ചിക്കും. മല്ലാക്കൊരു വടി ഉണ്ടാവുമല്ലോ, ആ വടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുത്തണ ഒച്ചേട്ടാ തന്നെ നീച്ചിട്ടുണ്ടാവും അവിടെ. പിന്നെ മൂപ്പര് പോയിട്ടേ ഇരിക്കുള്ളൂ. അങ്ങനെ ഒന്നുമില്ലെങ്കിലും ഓൽക്ക് അതിൻ്റെയൊക്കെ ഗുണം ഉണ്ടാവും ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് വിവരം വളരെ കൂടുതലാണല്ലോ, ചിലപ്പം വിവരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കലുണ്ട്. എന്തായാലും ആ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ത്വഹാറത്ത് ഈമാന്റെ ഭാഗമാണ്. ഈമാന്റെ ഭാഗമായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാറ്റിനും അടയാളം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ആഖിറത്തിലുണ്ട്, ദുന്യാവിലുണ്ട്. ദുന്യാവിലും അടയാളം ഉണ്ടാവും. ദുന്യാവിലും അടയാളം ഉണ്ട്. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്ക് നഖം മുറിക്കാൻ നേരം കിട്ടൂല എന്നാ. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് നഖം മുറിച്ചാൻ നേരം കിട്ടൂല, അടയാളാണ്. ഇപ്പൊ നോക്കണ്ട, പോയിട്ട് കുടി പോയിട്ട് നോക്കിയാൽ മതി. കയ്യമ്മക്ക് നോക്കിയാലും കാലുമ്മക്ക് ഒരിക്കലും നോക്കരുത് ഇപ്പോൾ. കാരണം അത് വല്ല പിന്നെ മറ്റേ ലാടവൈദ്യനറ്റെ വിളിക്കേണ്ടി വരും വെട്ടാന്. ആ രൂപത്തിൽ ഹൈറ്റ് ഉണ്ടാവും. നോക്കണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് നഖം മുറിക്കാൻ നേരം കിട്ടൂല. അടയാളമില്ലാത്ത ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും അടയാളമുണ്ട്, എല്ലാറ്റിനും അടയാളമുണ്ട്. സിഹിർ ബാധിച്ചാൽ അടയാളമുണ്ട് എന്നാണ്. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കറുത്ത അടയാളം പ്രത്യക്ഷപ്പെടുമെന്നാണ്. സിഹിർ ബാധിച്ചാൽ എല്ലാ സംഗതിക്കും അടയാളമുണ്ട്. അടയാളം ഇല്ലാത്തൊരു പരിപാടിയില്ല തന്നെ സംഗതി. അപ്പം എന്ത് ചെയ്യണം? ഈമാനിൻ്റെ അടയാളങ്ങളെ സൂക്ഷിക്കണം. 70 ചില്ലാനം കാര്യങ്ങൾ ഈമാനുമോ ബന്ധിച്ചിട്ടുണ്ട്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ. ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതിയെ പൂർത്തിയാക്കി. കല്യാണം ഈമാന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് ഈമാന്റെ ഭാഗമാണെന്ന് കരുതിയിട്ട് പോകലുണ്ടോ? ചെന്നില്ലെങ്കിൽ ഇപ്പൊ അബ്ദുറഹ്മാൻ എന്താ തോന്നുകയെന്ന് കരുതിയിട്ടല്ലേ പോകല്. ചെന്നില്ലെങ്കിൽ റഹ്മാൻ എന്താ തോന്നുകയെന്ന് കരുതിയിട്ട് പോകൂല. അബ്ദുറഹ്മാൻ എന്താ തോന്നുകയെന്ന് നമ്മൾ വിചാരിക്കണേ. സത്യത്തിൽ വിചാരിക്കേണ്ടത് എന്താണ്? പടച്ചോനെ, അവിടെ നിക്കാഹുണ്ട് റബ്ബേ, ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഇബാദത്താണ്. ഓനാണെങ്കിൽ പറയും ചെയ്തിട്ടുണ്ട്, എനിക്കാണെങ്കിൽ പോകാൻ നേരമുണ്ട്. എന്നിട്ട് ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഇബാദത്ത് നടക്കുന്നിടത്തേക്കൊന്നും പോയില്ലെങ്കിൽ അള്ളാഹ് അനക്കെന്താ തോന്നുക, ഞാൻ പോട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത് ശരിക്ക്. അതും നമ്മൾ അബ്ദുറഹ്മാനും അബ്ദുൽ ഗഫൂറിനും ആക്കി മാറ്റി. അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ നിലവിൽ ശരിക്കും വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം പോലും അള്ളാഹുവിന് വേണ്ടി ആക്കി മാറ്റിയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞത് വളരെ പവിത്രമായ ഒരു ഇബാദത്താണ്. നമുക്ക് നിക്കാഹ് കല്യാണം രസമാണ്. സംഗതി വിവാഹം എന്നത് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണത്. നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ്. 1,24,000 അമ്പിയാക്കളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു. മറ്റൊരഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കളെ അയച്ചു. ഇന്ന് പെൺകുട്ടികൾക്ക് അധികവും നിക്കാഹിന് മടിയാണ്, കല്യാണത്തോട് താല്പര്യമില്ല. അധിക പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യമില്ലാതായി മാറിയിട്ടുണ്ട്. കല്യാണത്തോട് താല്പര്യമില്ലാതായതിൻ്റെ കാരണം അതിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഹലോ,
വില്ലൂർക്കാരെ, വെസ്റ്റ് വില്ലൂർക്കാരെ, വെസ്റ്റ് ആയാൽ മതി, വേസ്റ്റ് ആകരുത്. ഇങ്ങോട്ട് നോക്കിയിരിക്കുക എല്ലാവരും. ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും. എനിക്കും വേസ്റ്റ് ആവും, നിങ്ങൾക്കും വേസ്റ്റ് ആവും. അതുകൊണ്ട് വെസ്റ്റ് ആയാൽ മതി. ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. നോക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ട് ചങ്ങായിമാരെ നിങ്ങൾ. എന്നാ ചൊല്ലി الشفاعة هب لنا في القيامة مشفقا واهلنا إن يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله. നിക്കാഹിനോട്, വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന്. അതിൻ്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. അങ്ങനെയാണ്, അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ജീവിക്കാൻ വിവാഹം ഒന്നും അനിവാര്യമല്ല. തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടില്ലേ? ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. പിന്നെന്തിനാ വിവാഹം? ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല. ശരിക്ക് സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായികി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നതാണ്. ലഹും അവർക്കുണ്ട് ഫിയാദിൽ ഫാകിഹത്തുൻ പഴങ്ങള് വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്നത് എന്തും. കല്യാണം ശരിക്കും സ്വർഗത്തേക്കുള്ളതാണ്. ആദ്യത്തെ കല്യാണം നടത്തിയത് അബുൽ ബശറായ ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ പുതിയാപ്ല സ്വർഗത്തിൽ നിന്നാണ്. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു, സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാണ്. മുത്തുനബിയുടെ തൃക്കല്യാണം, മറിയം ബീവിയെ കല്യാണം കഴിക്കും. അവസാനത്തെ കല്യാണം സ്വർഗത്തിനാണ്. ത്വഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ല അമീൻ. അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നബിതങ്ങളുടെ കല്യാണമാണ്. കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ്. ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ, ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലെ. സത്യത്തിൽ കല്യാണം, വിവാഹം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കൂലിയുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും കൂലിയുണ്ട്. എല്ലാം സ്വർഗത്തിലാണ്. മൻ തവ്വജ ലില്ലാഹി തവ്വജ മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലികി ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല, വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ്ട് പോയാല് കല്യാണം ഒരു ഭാരമായിട്ട് മാറും. കാഴ്ചപ്പാട് മാറിയാലാണ് വിവാഹം ഭാരമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല.
അത് ആഖിറത്തിലേക്കുള്ളതാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കൂലി സ്വർഗത്തിലാ പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയെന്ന് അറിയങ്ങള്? സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി കൊന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരള് വലിച്ച് പുറത്തേക്കെടുത്ത് വായിലിട്ട് ചവച്ചു തുപ്പി. അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ കയറ്റിയിട്ട് 4 ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു. അതൊക്കെയാണ് ശ്വാതാക്കന്മാര്. അങ്ങനത്തെ 100 ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാണ്. പോരെ? അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും. കാഴ്ചപ്പാട് ശരിയാണോ എന്നാ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? ഗൾഫ് പോവാതെ പൈസ കിട്ടും. ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ ഇങ്ങനെ നൂലുമ്മ വരുന്നുണ്ട്, നിങ്ങൾ കേട്ടുക്കണോ? ഇല്ല, അത് പോയിട്ട് അധ്വാനിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? 100 ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. ഉറപ്പന്നല്ലേ? 100 ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒക്കെ സ്വർഗത്തുക്കുള്ള ഒരുക്കാണ് ശരിക്കും. അത് സ്വർഗത്തുക്കുള്ള ഒരുക്ക. പക്ഷെ നമ്മളതിനും ഗാനമേള നടത്തിയതിനിപ്പോ അള്ളാഹു തആല എന്ത് കാട്ടാനാ? സംഗതി സ്വർഗത്തുക്കുള്ള ഒരുക്കാണ്. അവിടെ ചെന്നിട്ട് ഗാനമേള. ഇവിടുന്ന് അത് നല്ല വട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സയ്യിദന്മാർ, ഉസ്താദന്മാർ, സാദാത്യങ്ങൾ, നേതാക്കന്മാർ, കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊന്നും പിശുക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പൈസ ഉള്ള ആളുകൾ അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങൾ സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യട്ടോ. എന്നാ വേറെയുള്ളടത്തൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട്. നിക്കാവിൻ്റെ അവിടെ ചെന്നുമ്പോൾ പൈസ ചുരുക്കാന്നും പറഞ്ഞാണ്ട് ബിസ്ക്കറ്റും ചായയും. അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട, ധൂർത്തും വേണ്ട. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രാം ചെയ്യലോ ഒരിക്കലും ധൂർത്തൊന്നല്ല. അപ്പം അതൊരു മര്യാദക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ അടുത്ത് സാമ്പത്തികം ഉണ്ട്, ആൾക്കാർ നല്ലത് തിന്നോട്ടെ, എന്താ അതിന് കുഴപ്പം? കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല, അത് ധൂർത്താവും. കുറച്ച് കുറേ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നൊന്നിങ്ങനെ എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. നല്ല ഭക്ഷണം ഉണ്ടാക്കണതിനോ കൊഴുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുക്കഒരുങ്ങാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ല നിലക്ക് കൊടുത്തു. അതിനൊന്നൊരു വിരോധമില്ല. എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം തന്നെ സംഗതി. ഈമാനിൻ്റെ സ്ഥാനത്താണ് നിക്കാഹ് വരിക. നിങ്ങളിത് നല്ലോണം മനസ്സിലായിക്കോളി. എന്താ ഇപ്പൊ ബാക്കിയില്ലാത്തത്? ഇപ്പൊ എന്താ ഒക്കെ ശരിക്കന്നല്ലേ ഈ പറയണേ? ഈ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാതെ പറയണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുത് എന്നാണ്. ചില വെള്ളിയാഴ്ച സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വിഷയം പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും റൂമിക്ക് വരാൻ. ഇന്ന് ഉസ്താദെ നമുക്ക് ഇന്ന വിഷയം പറയണം എന്ന് പറയും. ആ വിഷയം പറയാൻ പാടില്ല. അതെന്താ വെച്ചാൽ അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും. ഗീബത്താണ് ആ ഭരണ പരിപാടി. ആ വിഷയം പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, കമ്മിറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം, പക്ഷേ കടലാസിൽ എഴുതി തരണം. അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കടലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിന് ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം. കടലാസ് ഇങ്ങനെ കാട്ടിയിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി തന്നെ പറയാം. ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തഖ്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. അത് മറ്റുള്ളവരുടെ ഗീബത്താവാൻ പാടില്ല. ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറയാറില്ല.